على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും റഹ്മാനുർ റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ നിത്യേനയുള്ള പ്രാർത്ഥനകളിൽ എപ്പോഴും ഉൾപ്പെടുത്താറുള്ളത്, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ നന്മകൾ പ്രദാനം ചെയ്യണമേ, പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. കാന അക്സറു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ ആയത്താണ് ആ പ്രാർത്ഥന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധികരിച്ച പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. നാം എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുമാണ് അത്. ഇഹലോകത്തും പരലോകത്തും നന്മ ലഭിക്കണമെന്നതാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്പോഴും അവർ ചിന്തിക്കുകയും ആലോചിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നത്. ആ ഒരു പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് മറ്റൊരു പ്രാർത്ഥനയും 200-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വമിനന്നാസി, മനുഷ്യരിലുണ്ട് ചില ആളുകൾ, മൈ യഖൂലു, അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബന ആതിന ഫിദ് ദുനിയ, ഞങ്ങളുടെ നാഥ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നൽകണമേ. എന്ത് നൽകണം, എങ്ങനെ നൽകണം എന്നതൊന്നും അവിടെ വിഷയമല്ല. ജീവിതത്തിൽ ഒരുപാട് ലഭിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടാകുന്നില്ല. അപ്പം ദുനിയാവിന് വേണ്ടി മാത്രമായി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് വിശ്വാസികൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, ഒന്ന്, ദുനിയാവ് അവൻ അള്ളാഹു നിശ്ചയിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അതനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. പരലോകമെന്ന് പറയുന്ന ശാശ്വതമായ ഒരു ലോകം, അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ്
ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായി വിളിക്കപ്പെടുന്ന ഒരു വിളികളിലേക്ക് വരാനുള്ള ഒരു കാരണം, ഈ വിളിക്കുന്നത് ഒരു മഹല്ലിൻ്റെ ഭാരവാഹികളല്ല, ഒരു സംഘടനാ പ്രവർത്തനങ്ങളിലേക്കല്ല, മറിച്ച് ഓരോ പള്ളിയിലും വെള്ളിയാഴ്ച വരാൻ നിർബന്ധിതമാകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ അതിലേക്ക് വരണം. വദറുൽ ബൈഅ, ഭൗതികമായ എന്തെങ്കിലും വ്യവഹാരങ്ങളോ മറ്റ് ജോലികളോ ഉദ്യോഗങ്ങളോ എല്ലാം ഉണ്ട് എങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് വേണം നിങ്ങൾ അതിലേക്ക് വരാൻ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. വദറുൽ ബൈഅ ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമുൻ, നിങ്ങൾ അറിയുന്നവരാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഉത്തമം. കാരണം അതിൻ്റെ ഗുണം ഒന്ന് ദുനിയാവിലും ലഭിക്കണം, രണ്ട് പരലോകത്തും ലഭിക്കണം. എല്ലാം പരലോകത്തേക്ക് വേണ്ടി മാത്രമാണ് എന്നൊരു സങ്കല്പം ഇസ്ലാമിക സംഹിതയിലില്ല. മറിച്ച് ഇസ്ലാമികമായ ഒരു ജീവിതത്തിന് ഇഹലോകത്ത് അതിൻ്റെതായിട്ടുള്ള ഗുണഗണങ്ങൾ അയാൾക്ക് അനുഭവിക്കാൻ കഴിയണം, ആസ്വദിക്കാൻ കഴിയണം. അത് അയാളുടെ ജീവിതവുമായി എപ്പോഴും ബന്ധിപ്പിക്കപ്പെട്ട് നിൽക്കുകയും ചെയ്യണം, എങ്കിലേ അതിന് ഗുണമുണ്ടാകുന്നുള്ളൂ. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തു നഹലിലെ 97-ാമത്തെ ആയത്തിൽ നമുക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട്. മൻ ആമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബതൻ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ ആരാണ്, ആമില സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരാണ്, മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ. സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ വേർതിരിവുകൾ ഇസ്ലാം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ. ആ ഭവനങ്ങളിൽ ഒരു ഭാഗം അത് സ്ത്രീകൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അവർക്ക് വരാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സൽക്കർമ്മത്തിൽ അവരുടെ പങ്കാളിത്തം ഉണ്ടാകണം, ഉറപ്പിക്കണം. കാരണം നന്മകളുടെ വിഷയത്തിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു ഒരിക്കലും വേർതിരിവുകൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നവൻ ആരാണോ, ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബതൻ, അവനെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഹയാത്തൻ ത്വയ്യിബത്തൻ, വിശിഷ്ടമായ ഒരു ജീവിതം. ഈ ഹയാത്തുൻ ത്വയ്യിബത്ത് എന്ന് പറയുന്നത് ഐഹിക ലോകത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹു പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അയാൾക്ക് സമാധാനപൂർണമായി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഉപജീവന മാർഗങ്ങൾ അള്ളാഹു അവന് ഒരുക്കി കൊടുക്കും. ആർക്കാണ്? സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവന് ഉപജീവന മാർഗങ്ങളിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ അതിൻ്റെതായ മാനസികമായ സംതൃപ്തിയും സമാധാനമുണ്ടാകും. ഉള്ളതിൽ തൃപ്തിയടയാൻ പറ്റുന്നൊരു ജീവിതാവസ്ഥയിലേക്ക് അവൻ വരികയും ചെയ്യും. ഈ സംതൃപ്തമായ ഒരവസ്ഥ അഭിമുഖീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനാകുന്നത്. അതാണ് നേരത്തെ നമ്മൾ പഠിച്ചുപോയ സ്വഹാബാക്കളുടെ ജീവിതത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറയുന്നൊരു വിഷയമുണ്ട്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. സ്വഹാബാക്കളുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ആനന്ദം എന്ന് പറയുന്നത് റളിയല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടു. വറളൂ അൻഹു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. അപ്പം അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതാവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയും ഈമാനിനെയും ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുക എന്ന് സ്വഹാബാക്കൾ മനസ്സിലാക്കി. അതെങ്ങനെയാണ്? വിശ്വാസ കൃത്യമായ മനസ്സിലാക്കിയപ്പോൾ
കറകളഞ്ഞ വിശ്വാസത്തിലൂടെ ജീവിതത്തെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ അതിനെ ആസ്വദിക്കാൻ കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളൊക്കെ ഈമാനോടുകൂടി ജീവിക്കണമെന്നും ഈമാനോടുകൂടി മരിപ്പിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ മുഅ്മിനായ ജീവിതത്തിൽ ആസ്വാദനം അതിലൂടെ എങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നിടത്ത് പലപ്പോഴും ശൂന്യമായിരിക്കും. പ്രശ്നങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് ഈമാനിന് കൂടുതൽ ശക്തി പകരേണ്ടത് എന്ന് മനസ്സിലാക്കിയ ഒരു സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നു, അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്ന പദം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ഒരവസ്ഥയിൽ ഈമാനിനെ ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 രീതികളിലൂടെയാണ്. ദാഖത്തുൽ ഈമാൻ, ഒരാൾ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിച്ചു. 1, മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആരാണോ അള്ളാഹുവിനെ റബ്ബായി കൊണ്ട് തൃപ്തിപ്പെട്ടത്. അള്ളാഹുവിനെ റബ്ബായി രക്ഷിതാവായി തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പിന്നീട് എല്ലാ വഴികളിലും അള്ളാഹു അവനൊരു എളുപ്പമാർഗം ഉണ്ടാക്കി കൊടുക്കും. ഈ എളുപ്പത്തിൻ്റെ വഴിയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഒരു ഹയാത്തുൻ ത്വയ്യിബത്ത് എന്ന് ഖുർആൻ പറയുന്നത്. അത് ലഭിക്കുന്നത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. എങ്ങനെ ഭയപ്പെടണം? ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് ഖുർആൻ സൂറത്തുൽ ആലി ഇംറാനിലൂടെ പഠിപ്പിക്കുന്നു. എല്ലാ ജുമഅയിലും നാം കേൾക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം ഒരാൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ, അവൻ്റെ വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. ഏതൊരു പ്രശ്നത്തിലാണോ നാം അകപ്പെട്ടിരിക്കുന്നത് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി അള്ളാഹു ഒരുക്കി കൊടുക്കുന്നത് അള്ളാഹുവിനെ അവൻ എങ്ങനെയാണോ കാണുന്നത് അതനുസരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ ആത്മീയ മേഖലകൾക്ക് അതിൻ്റെ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം, അത് ശക്തിപ്പെടുത്തുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ചരിത്രത്തിലേക്ക് നാം കടന്നാൽ നമുക്കത് അനുഭവവേദ്യമാവുകയും ചെയ്യും. ഇന്ന് കോടിക്കണക്കിനായ മുസ്ലിം സമൂഹങ്ങളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെ എണ്ണവും വണ്ണവും വലിപ്പവും എല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം കണ്ടെത്തുമ്പോൾ നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്തൊരു സമൂഹത്തിൽ ന്യൂനപക്ഷമായിരുന്നു. വിരലിൽ എണ്ണാവുന്നൊരു സമൂഹം മാത്രമേ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ചരിത്രം നമുക്കറിയാമല്ലോ. പക്ഷെ ആ ഒരു സമൂഹം ലോകത്ത് വളർന്ന് വികസിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ മാതൃകാപരമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അവർ സ്വീകരിച്ച ഈമാനും അള്ളാഹുവിലുള്ള തൃപ്തിയും അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ വിധത്തിലുമുള്ള രക്ഷയും ഉറപ്പിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് കൊണ്ടാണ് അവർക്ക് വളരാൻ സാധിച്ചത്. കാരണം അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് യാഥാർത്ഥ്യമാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തിന് നാം വഴികൾ അവൻ എളുപ്പമാക്കി കൊടുക്കും. അങ്ങനെ വരുമ്പോഴാണ് മുഅ്മിനായൊരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദുനിയാവിലെ ജീവിതത്തിന് അള്ളാഹു അവന് ഹയാത്ത് ത്വയ്യിബത്താക്കി കൊടുക്കും, വിശിഷ്ടമായ ഒരു ജീവിതം നൽകും. മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശിഷ്ടമായ ജീവിതം എന്ന് പറയുന്നത് വലിയ സമ്പന്നതയുടേതായ ആധിക്യവും ഭൗതികമായ വിഭവങ്ങളും ആഡംബരമായ വീടുകളും ഒന്നുമാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറദ് വലാകിന്നൽ ഗിനാ ഗിനാ നഫ്സ്. ഭൗതിക വിഭവങ്ങളുടെ ആധിക്യത്തിലല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. ഒരാളെ കണ്ടിട്ട് അവൻ പച്ചയായൊരു ജീവിതമാണ്, കൊശിയായ ജീവിതമാണ്, നല്ല ജീവിതമാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. അതിലല്ല ഐശ്വര്യം കുടികൊള്ളുന്നത്. വലാകിന്നൽ ഗിനാ ഗിനാ നഫ്സ്, യഥാർത്ഥ ഐശ്വര്യം എന്ന് പറയുന്നത് ഗിനാ നഫ്സ്, മനസ്സിൻ്റെ ഐശ്വര്യമാണ്, മനസ്സിൻ്റെ സമാധാനമാണ്. ലോകത്തിന് ഇസ്ലാം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശവും അതുതന്നെയാണ്. ഇസ്ലാം ഒരു സമൂഹത്തിന് നൽകുന്ന, ഒരു വ്യക്തിക്ക് നൽകുന്ന, ഒരു കുടുംബത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം സമാധാനപൂർണമായ ഒരു ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുന്നത്. അത് വ്യക്തി എന്ന നിലക്ക് ഞാനെന്നൊരു വ്യക്തി മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുമ്പോൾ എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സാഹചര്യത്തിലും ഒരു അംന് നിർവയത്വം ലഭിക്കണം. അത് ഞാനൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് നിർവയത്വം പ്രദാനം ചെയ്യണം.
ഏതൊരു സമൂഹത്തിലാണോ ഞാൻ ജീവിക്കുന്നത് ആ സമൂഹത്തിൽ എനിക്ക് നിർഭയത്വം ഉണ്ടാകണം. ആ ജീവിക്കുന്ന സമൂഹം ഒരുപക്ഷെ അനിസ്ലാമിക ഭരണകൂടങ്ങളാകാം, ഇസ്ലാമിനെ അത് ശക്തിയായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാകാം. പക്ഷെ എനിക്ക് അവിടെ നിർഭയത്വവും സമാധാനവും ലഭിക്കും. അതിന് അള്ളാഹു പറഞ്ഞത് എന്താണ്? ഈമാനുള്ളൊരു ജീവിതത്തിന് മാത്രമേ അതിന് നിലനിൽപ്പുണ്ടാകുന്നുള്ളൂ എന്നാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളൊട്ടും അധൈര്യപ്പെടേണ്ടതില്ല, നിങ്ങളൊട്ടും ദുഃഖിക്കേണ്ടതുമില്ല. വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാകുന്നു ഉന്നതന്മാർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ. വിശ്വാസ രംഗത്ത് സമുദായത്തിൽ സംഭവിച്ചിട്ടുള്ള അപജയത്തിലൂടെയാണ് പലപ്പോഴും സമുദായത്തിനകത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുന്നത്. ആ പ്രശ്നങ്ങളെ നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈമാനികമായൊരു വളർച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മറ്റു പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് നേരെ ചൊവ്വ ആക്കി തീർക്കാൻ സാധിക്കും. സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അധാർമികമായ രംഗത്ത് ഒരുപാട് വളർച്ച ആളുകൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ലഹരിയെക്കുറിച്ച്, മയക്കുമരുന്നിനെക്കുറിച്ച്, അതുപോലെ തന്നെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സാമ്പത്തിക ചൂഷണങ്ങളിൽ, ഇവിടങ്ങളിലെല്ലാമുള്ള ഒരു പൊതുവായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാം സമുദായം പലപ്പോഴും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശബ്ദിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു. അത് വേണ്ടതാണ്, ആവശ്യമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ, അതായത് മദ്യപാനമില്ലാത്ത, വ്യഭിചാരമില്ലാത്ത, പലിശയില്ലാത്ത, അതുപോലെ ലോട്ടറി ഇല്ലാത്ത ഒരു സമൂഹത്തെ പ്രവാചകൻ വളർത്തിയെടുത്തതിന് പ്രവാചകൻ അവിടെ അവർക്ക് ഏറ്റവും ശക്തമായി കൊടുത്ത ഒന്ന് അത് ഈമാനാണ്, നിർഭയത്വമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ അസ്ർ എന്നൊരു അധ്യായം സ്വഹാബാക്കൾ പഠിച്ചു. എന്നിട്ട് സ്വഹാബികൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് സൂറത്തുൽ അസ്ർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു. പുതിയൊരു കാലത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കലണ്ടർ മാറ്റി പുതിയ കലണ്ടറെല്ലാം വെച്ച് അതിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി. അങ്ങനെ കാലവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഖുർആൻ പഠിപ്പിച്ചു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിൽ തന്നെയാണ്. ഭൗതികമായി നോക്കുമ്പോഴെല്ലാം ഒരുപാട് വളർച്ചയുണ്ട്, നേട്ടമുണ്ട്, പുരോഗതിയുണ്ട്. ആത്യന്തികമായ ഒരു നഷ്ടജീവനത്തിലൂടെയാണ് അവർ പോകുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്ലാം നൽകുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളിൽ ഒന്ന് ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ എന്നാണ്. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ, വിശ്വാസത്തോടൊപ്പം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മാത്രമേ സ്വീകാര്യതയുള്ളൂ. അതാണ് മറ്റ് സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ വ്യതിരക്തത മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുക എന്നതിലല്ല, ആ കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈമാൻ ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. അതല്ലെങ്കിൽ അതെല്ലാം യഥാർത്ഥത്തിൽ നിഷ്ഫലമായി തീരുകയും ചെയ്യും. ഇന്നും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കിടയിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക്, നിർമ്മിതവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്കൊക്കെ പോകാനുള്ള കാരണം ഇസ്ലാമിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ പേരിൽ സമൂഹത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പല കോപ്രായങ്ങളും കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും വർത്തമാനകാല സാഹചര്യമാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ തിരൂരിൽ നടന്ന കാര്യങ്ങൾ. ഒരു നേർച്ചക്കുടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നു. അങ്ങനെ ആനക്ക് പോലും മതമിളകി. എന്തുകൊണ്ട് ആനക്ക് മതമിളകി എന്നത് അതിൻ്റെ ചിത്രം കണ്ടാൽ മനസ്സിലാകും, ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഇതൊരു ഇസ്ലാമിൻ്റെതായ സന്ദേശമാണോ. ആനയും അമ്പാരികളും ചെണ്ടമേളങ്ങളും ഒക്കെയായി ഇങ്ങനെ പോകുക, ആൺകുട്ടികൾ തോന്നിയതുപോലെയുള്ള ഡാൻസുകൾ നടത്തുക, ഇതെല്ലാം എന്നിട്ട് കുറേ ഉസ്താദുമാർ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുക. ഇത് സമൂഹത്തിലേക്ക് ഇടുന്ന ഇതെല്ലാം ഇസ്ലാമിൻ്റെ മുഖംമൂടിയായിട്ട്, ഇസ്ലാമിൻ്റെ ചിത്രീകരണമായി കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഇസ്ലാമികമായ സമൂഹത്തെ വളർന്നു വരുന്നൊരു തലമുറ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ വേറൊരു കോലത്തിലാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉൾക്കൊണ്ടു പോകുന്നിടത്ത് മാത്രമേ വളർച്ചയുണ്ടാവുകയുള്ളൂ. സമൂഹം നേരിടുന്ന പ്രശ്നത്തിൽ നിന്ന് അവരെ മാറ്റി ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പുതിയൊരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശ്വാസരംഗത്ത് സമുദായത്തിലുണ്ടായിട്ടുള്ള അപജയങ്ങൾ എന്താണോ അതിനെ മനസ്സിലാക്കി അതിനെ ചികിത്സിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നിടത്തേക്ക് സമുദായം ഉണരേണ്ടതുണ്ട് എന്നുള്ളതാണ് ചരിത്രം നൽകുന്ന പാഠം.
അങ്ങനെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പോയൊരു സമൂഹത്തിന് എല്ലാ കാലഘട്ടങ്ങളിലും വളർച്ചയുണ്ടായിട്ടുണ്ട്, നേട്ടമുണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വേണ്ടിയിട്ട് എല്ലാ സൗകര്യം അല്ലാഹു ഒരുക്കി വെച്ചു. അതാണ് സൂറത്ത് നഹ്ലിലെ ആയത്ത്. സൽക്കർമ്മങ്ങൾ വിശ്വാസത്തോടുകൂടി സൽക്കർമ്മം ചെയ്തു പോകുന്ന ആളുകൾക്ക് ഫലനുഹയ്യന്നഹു, അവരെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും, ഹയാത്തൻ തയ്യിബത്ത്, എല്ലാ മേഖലകളിലും സമാധാനം അല്ലാഹു പ്രദാനം ചെയ്യും. അത് ദുനിയാവിലാണെങ്കിൽ വല നജ്സിയന്നഹും അജ്റഹും, അവർക്ക് നാം പ്രതിഫലം നൽകും, ബി അഹ്സനിമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഏറ്റവും നല്ലതായി എല്ലാറ്റിനും അല്ലാഹു പ്രതിഫലം നൽകും. അപ്പോൾ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തന മേഖലയിലായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിത പ്രവർത്തനങ്ങളെ കാണേണ്ടത്. എല്ലാം കഴിഞ്ഞതിന് ശേഷമായി അള്ളാഹുവിൻ്റെ ദീനും അള്ളാഹുവിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും വരിക എന്ന് പറയുന്നൊരു നിലപാടിൽ നിന്ന് ഈ സമൂഹം മാറണം. അങ്ങനെ മാറുമ്പോഴാണ് പ്രവാചകൻ വളർത്തിയെടുത്തൊരു സഹാബി സമൂഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ സഹാബാക്കൾ ജീവിതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി, അവരുടെ ജീവിതത്തിൽ അവർ ഈ ആദർശത്തെ ഉൾക്കൊണ്ടതിനെക്കുറിച്ച് നാം മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ ദീൻ അവർ ഈ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ പടച്ചറബ് അവരെ സഹായിച്ചു. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അതാണ്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഈ ദീൻ 4 ചുവരുകളുടെ ഉള്ളിൽ മാത്രമായി കളിക്കേണ്ടവയല്ല, ഇതിൽ മാത്രമായി മുഴുകി നിൽക്കേണ്ടതല്ല. മറിച്ച് ഈ ദീനിനെ ഈ സമൂഹത്തിൻ്റെ പുറം ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണം. എന്നിട്ട് സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകളെ നീക്കിയെടുക്കാൻ സാധിക്കണം. ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു നേതാവ്, സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നേതാവ് ഇസ്ലാമിനെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ മുദ്ര ചാർത്തിയിട്ട് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആളുകൾ അതിനെ ചോദ്യം ചെയ്തു. കാരണം പഴയ കാലം പോലെയല്ല. ഇസ്ലാമിനെ ആളുകൾ വായിച്ചും മനസ്സിലാക്കിയും കണ്ടും കേട്ടറിഞ്ഞും കടന്നു വന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇസ്ലാം വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മറുപടി കൊടുക്കേണ്ടത് മുസ്ലിം സമുദായത്തിലെ ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ്. ഏതൊക്കെ രൂപത്തിലാണ്? ഒന്ന്, അവനവൻ്റെ സ്വജീവിതത്തിലൂടെയാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. വൈകാരികമായ രൂപത്തിലുള്ള ആശയങ്ങൾ ഇട്ടുകൊണ്ടല്ല, മറിച്ച് പ്രവാചകൻ വളർത്തിയെടുത്ത സമൂഹത്തിൽ പ്രവാചകനെ അംഗീകരിച്ചതും പ്രവാചകനെ സ്വീകരിച്ചതുമെല്ലാം വിശുദ്ധ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവത്തെ ജനം കേട്ടു, മനസ്സിലാക്കി. അതുകൊണ്ട് പ്രവാചകനെ ശത്രുവായി കണ്ടിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പ്രവാചകനെ മിത്രമായി സ്വീകരിക്കുന്നിടത്തേക്ക് വന്നു എന്നതാണ് ചരിത്രം. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി കടന്നു വന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ നീതിമാനായ ഭരണകർത്താവായി കടന്നു വന്നത് അകലിൽ നിന്ന് മനസ്സിലാക്കിയതല്ല ഇസ്ലാമെന്നും അടുത്തറിഞ്ഞപ്പോഴാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നതാണ് ചരിത്രമെങ്കിൽ, ഈ രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത, അറിയാത്ത, ഇതിനെ ശത്രുവായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചുറ്റുഭാഗങ്ങളിലുമുണ്ട്. അവരിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന വലിയൊരു ദൗത്യം ചെയ്യുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സഹായം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും വല്ലദീന ജാഹദു ഫീനാ ലനഹദിയന്നഹും സുബലന. നമ്മുടെ ഈ മാർഗത്തിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വഴികൾ എളുപ്പമാക്കി കൊടുക്കും. നമ്മുടെ സ്വന്തം ജീവിതത്തിന് ഹയാത്ത് അത് ത്വയ്യിബത്താകണമെങ്കിൽ, വിശിഷ്ടമാകണമെങ്കിൽ, ഒന്ന്, ഈ ജീവൻ നൽകിയവനായ റബ്ബിങ്കിലേക്ക് പരിപൂർണമായും കീഴ്പ്പെടാൻ സാധിക്കണം. അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് പകരമായിക്കൊണ്ട് ഇടത്തട്ട് കേന്ദ്രങ്ങളും അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളുമായി കടന്നു വന്നിട്ടുള്ളവയെല്ലാം നിർമാർജനം ചെയ്ത് ഒഴിവാക്കിയിട്ട് നേരെ ചൊവ്വേ അള്ളാഹുവിങ്കിലേക്ക് അടുക്കുന്ന വിശ്വാസ രീതിയിലേക്ക് ഈ സമൂഹം കടന്നു വരണം. അങ്ങനെ കടന്നു വന്നാൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത നിർഭയത്വത്തിലേക്ക് നാം കടന്നു വരും. അല്ലദീന ആമനു വലം യൽബിസു ഈമാനുഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. ആരാണ് വിശ്വാസികൾ? ലം യൽബിസു ഈമാനുഹും ബിളുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ദുൽമ്, അക്രമം കലരാത്ത ആളുകൾ. ദുൽമ് എന്ന് വെച്ചാൽ ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്കാകുന്നു കടുത്ത പാവം, കടുത്ത അക്രമം. അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ,
ആരാധനകൾ, നേർച്ചകൾ, വഴിപാടുകൾ അത് ഈ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം ശിർക്കൻ വിശ്വാസങ്ങളാകുന്നു. ആ ശിർക്കുമായി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സഹായം ഉണ്ടാകുന്നില്ല. അവർക്ക് ജീവിതത്തിന് അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ടതായ ഹയാത്തും ത്വയ്യിബത്തുണ്ടാകുന്നില്ല. മറിച്ച് ആണായാലും പെണ്ണായാലും സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സൽക്രമങ്ങൾ ചെയ്യുന്നവൻ ആരാണോ ഫലനുഹയ്യന്നഹു ഹയാത്തുൻ ത്വയ്യിബത്തൻ, അവനാണ് അള്ളാഹു ഏറ്റവും വിശിഷ്ടമായ ജീവിതം നൽകുക. അതുകൊണ്ട് വിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 23 വർഷക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ 13 കൊല്ലക്കാലം ഉപയോഗപ്പെടുത്തിയത് വിശ്വാസത്തിന് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ അത്രയും വിലപ്പെട്ടതാണത്. അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ തോത് എപ്പോഴും ഏറിയും കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അൽ ഈമാനു യൻഖുസു വയസീദ്, ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഈമാൻ ചുരുങ്ങിക്കൊണ്ടിരിക്കും. ഈമാൻ ശക്തിപ്പെടുത്തുമ്പോഴാണ് ഇബാദത്തുകളിലേക്ക് വരാൻ, അള്ളാഹുവിലേക്ക് വരാനുള്ള മാനസികമായ ഒരവസ്ഥയിലേക്ക് വരുന്നത്. അത് നുരുമ്പിപ്പോയാൽ, കുറഞ്ഞു പോയാൽ പലപ്പോഴും ഇതിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. അവസാനം എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ പാടെ ഇതിനെ അവഗണിച്ചു പോയാൽ അള്ളാഹു പറഞ്ഞു ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം. ഒട്ടും മാറാൻ തയ്യാറാകാത്ത രൂപത്തിലേക്ക് ഒരു വ്യക്തി മാറിയാൽ അള്ളാഹു അവസാനം ചെയ്യുന്നത് അവൻ്റെ ഖത്തമല്ലാഹു, അള്ളാഹു സീലി വെക്കും, അലാ ഖുലൂബിഹിം, അവൻ്റെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സീലി വെക്കും, വഅലാ സമഇഹിം, അവൻ്റെ കേൾവിക്ക് അള്ളാഹു സീലി വെക്കും, വഅലാ അബ്സാരിഹിം, അവൻ്റെ കാഴ്ചക്ക് അള്ളാഹു സീലി വെക്കും. പിന്നെ അവനൊന്നും മാറി ചിന്തിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂചിപ്പിക്കുന്നത് കാലാകാലങ്ങളായി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അതുപോലെ മറ്റു മതസ്ഥരേക്കാൾ കൂടുതൽ മതപാഠശാലകൾ, അതുപോലെ തന്നെ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം സമുദായമാണ്. പക്ഷേ ആ ഇസ്ലാമിൻ്റെ ശരിയായ ഇസ്സത്ത് അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടും പൗരോഹിത്യത്തിൻ്റെ അടിത്തറയിൽ ഇതിൻ്റെ പലതിനെയും അടിയറ വെച്ചിരിക്കുന്നത് കൊണ്ടും ഈ സമുദായത്തിന് പലപ്പോഴും അതിൻ്റെ ശരിയായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇപ്പോഴും ശരിയായ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാൻ മാത്രം ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസ മേഖലയുടെ ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതാണ് സൂറത്ത് അസ്ർ അല്ലാഹു പറഞ്ഞത്, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിൽ തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർ ഒഴികെ, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് അന്യോന്യം ഉപദേശിക്കുക എന്നാണ്. വ്യക്തികൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നിടത്ത് ഇസ്ലാമിൻ്റെ ശരിയായ ആശയത്തെ പരസ്പരം പങ്കുവെക്കാൻ കഴിയണം. കുടുംബ മേഖലകളിൽ അവർക്കിടയിൽ ഈ വിഷയം പങ്കുവെക്കാൻ സാധിക്കണം. നമ്മുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. വതവാസൗ ബിസ്സബ്ർ, ദീനിന്റെ ശരിയായ ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷേ ക്ഷമയോടുകൂടി അവയെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഇന്നല്ലാഹ യുവഫ്ഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത രൂപത്തിൽ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഈമാൻ അത് ശക്തിയുള്ളതാണോ, ഉറപ്പുള്ളതാണോ, എവിടെയെങ്കിലും ദൗർബല്യങ്ങളുണ്ടോ, സംഭവിച്ചിട്ടുണ്ടോ, അതെല്ലാം മനസ്സിലാക്കി കണ്ടെത്തിയിട്ട് എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം നികത്തി മുന്നോട്ടുള്ള ജീവിതത്തിന് അള്ളാഹുവിൻ്റെ പക്കൽ സഹായം ലഭിക്കുവാൻ ആവശ്യമാകുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. റഹ്മായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തഖി ദഅവത്തൽ മദ്ലൂം ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ കൊടിയ പീഡനങ്ങളും
പ്രയാസങ്ങളും സഹിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആക്രമിക്കപ്പെട്ട ഒരു വിഭാഗമാണവർ. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ മാത്രം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ആശയങ്ങൾ അത് പുലർന്ന് കാണുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫൈനഹാ ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബുൻ, അതിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ലാതെ അത് സ്വീകരിക്കും. പലസ്തീനിലെ ജനത പാവിട്ട് കരയുന്ന ചെറിയ കുഞ്ഞു മക്കളുടെ തേങ്ങലുകൾ എല്ലാം നാം വായിച്ചു കൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ലോസ് ഏഞ്ചലസിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം, ആ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയമല്ല പറയുന്നത്, മറിച്ച് ആക്രമിക്കപ്പെട്ടവൻ്റെ ഒരു ദുആ പടച്ചവൻ സ്വീകരിക്കുമ്പോൾ അവിടെ ആ തീപിടുത്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് വാവിട്ട് കെഞ്ചിക്കരയുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ, ഇസ്രയേലിലെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ഒരു വലിയ മഹാനടനായിക്കൊണ്ടുള്ള ഒരു വ്യക്തിയാണ് ജെയിംസ് വൂഡ്സ്. അദ്ദേഹം ഇന്ന് കരയുകയാണ്. കാരണം ആ തീപിടുത്തത്തിൽ ഏറ്റവും വലിയ ഒന്നാമതായിട്ട് അതിൻ്റെ ഇരയായി മാറിയത് ആ ഒരു വ്യക്തിയാകുന്നു എന്നാണ്. അപ്പോൾ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിക്ക് അവൻ പോലും വിചാരിക്കാത്ത രൂപത്തിലേക്കുള്ള ശിക്ഷാ നടപടികളിലേക്ക് അത് വരും എന്നുള്ളത് ഒരു കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു എല്ലാ അക്രമികളെയും പെട്ടെന്ന് ചിലപ്പോൾ പിടികൂടുകയില്ല, കുറേയൊക്കെ അയഞ്ഞയഞ്ഞ് കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പിടുത്തമായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം സമൂഹങ്ങളുമായി, പ്രത്യേകിച്ചും ഫലസ്തീൻ പോലെയുള്ള വിഷയങ്ങളിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പ്രാർത്ഥനയിലെല്ലാം അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുക. പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് ആ സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പടച്ചറബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയുള്ളൂ. മറ്റൊന്ന്, പെയിൻ പാലിയേറ്റീവ് ദിനത്തിൻ്റെ ഒരു സമയത്താണ് നമ്മളുള്ളത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ വേദനയുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന, അംഗവൈകല്യം സംഭവിച്ചു പോയ, കാഴ്ച പരിമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വീൽ ചെയറുകളിൽ, അതുപോലെ തന്നെ ഒരേ കിടക്കറയിൽ വർഷങ്ങളായി കിടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, ചെറിയ മക്കളുണ്ട്, യുവതികളുണ്ട്, യുവാക്കളുണ്ട്. ഈ ആളുകളെ കാണുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിനെ, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുക. കാരണം ആരുടെയും ഒരു പരാശ്രയമില്ലാതെ സ്വന്തം കാലിൽ നടന്ന് പള്ളിയിലേക്ക് വരാനും കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നുവെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. രാവിലെ ഒരാൾ നമ്മളോട് ചോദിച്ച് ഹൈഫൽ ഹാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഏത് സാഹചര്യമാണെങ്കിലും അൽഹംദുലില്ലാ ബിഖൈർ എന്നാണ് പറയേണ്ടത്. ഇത് കാരണം അങ്ങനെയൊന്നും പറയാൻ സാധിക്കാത്തൊരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് തിരിച്ചറിയണമെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ് നാം പഠിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത കാണിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാൾ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഈ സമൂഹത്തിലുണ്ട്. അങ്ങനെ നമ്മൾ ജംഗ്ഷനിൽ പോകുമ്പോൾ ചില ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഇത് വൃക്കകളും തകരാറിലായിട്ട് സഹായം തേടിക്കൊണ്ടിരിക്കുന്നവരുടെ ഫോട്ടോകൾ. ഒരു മക്കളും കുടുംബവും മുഴുവനായി തേങ്ങിക്കരയുന്ന ചില വീഡിയോകൾ ചില സമയത്ത് കാണാറുണ്ട്. ചില മക്കൾ പറയും, ഞങ്ങളുടെ വാപ്പാക്കിനെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ ഞങ്ങൾ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയും. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെപ്പോഴും താഴെക്കിടയിലേക്ക് നിങ്ങൾ നോക്കുക. വലാ തൻദുർ ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങൾ നിങ്ങളുടെ മുകളിലേക്ക് നോക്കരുത്. അങ്ങനെ നിഅമത്തുകളിൽ മുകളിലേക്ക് നോക്കുമ്പോഴാണ് പലപ്പോഴും അള്ളാഹുവിൻ്റെ നിഅമത്തിനെ തള്ളിക്കളയുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. അള്ളാഹിൻ്റെ നിഅമത്തുകളെ തള്ളിക്കളയാതിരിക്കാനും അള്ളാഹു നൽകിയിട്ടുള്ളതിനെ സ്വീകരിക്കാനും പറ്റുന്നത് താഴെക്കിടയിലേക്ക് നോക്കണം. എന്നിട്ട് പ്രശ്നങ്ങളും പരാതികളുമല്ല ജനങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടത് എന്നാണ്. ഒരാളോട് നമ്മുടെ പോരായ്മകളല്ല പറയേണ്ടത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ചെയ്തു തന്നിട്ടുള്ള നന്മകളെക്കുറിച്ച് ആളുകളോട് പറയുക. അതോടൊപ്പം ഇത്തരം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും
നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആരോഗ്യത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, സമയത്തിൽ നിന്ന് കുറേയൊക്കെ ആ ഒരു മാർഗത്തിലേക്ക് നമ്മൾ ചെലവഴിക്കുക. നമ്മുടെ നാട്ടിൽ പെയിൻ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളും സഹോദരന്മാരും ഒക്കെയുണ്ട്. അവർക്കൊക്കെയും നമുക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന സമ്പത്തിൽ നിന്ന് ഒരു വിഹിതമൊക്കെ നമ്മൾ കൊടുക്കുക. എപ്പോഴാണ് കൊടുക്കേണ്ടത്? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. വാപ്പ മരിച്ചതിന് ശേഷം ബാപ്പാന്റെ പേരും പറഞ്ഞുകൊണ്ട് പള്ളിക്ക് കൊടുക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള ധർമ്മം. ജീവിച്ചിരിക്കുന്ന കാലത്ത് പല വാപ്പമാരെയും കണ്ട് പള്ളിക്ക് കൊടുക്കണം, പാലിയേറ്റീവിന് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നാളെ എന്നൊക്കെ പറഞ്ഞൊക്കെ നീണ്ടുപോകാറുണ്ട്, കടമായി കിടക്കാറുണ്ട്. അങ്ങനെ ആ വ്യക്തി മരിച്ചതിന് ശേഷം പിന്നെ മക്കൾ ഇങ്ങോട്ട് വരും, അത് കബറടക്കം ചെയ്ത പള്ളിയിലേക്കും കൊടുക്കും, ചിലപ്പോൾ ഇവിടേക്ക് വരും. എന്നിട്ട് വാപ്പാന്റെ പേരിലേക്ക് ഒരു ഹദിയ എന്ന് പറഞ്ഞു കൊടുക്കും. ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് കൊടുക്കുമ്പോഴാണ് അതിന് അള്ളാഹുവിന്റെ അടുക്കൽ ഗുണമുണ്ടാകുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം വന്ന് പിടികൂടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കൊടുക്കണമെന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. ഇനിയോ അവസാന നിമിഷത്തിലേക്ക് മാറ്റിവെച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് അത്തരം ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ, സഹായങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുമ്പോഴേക്കും അത് നമ്മുടെ അയൽപ്പക്കത്താകാം, കുടുംബത്തിലാകാം, നമ്മളാണ് കൊടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവിൻ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. മറ്റൊന്ന് സമുദായത്തിലെ ആളുകളോട് സൂചിപ്പിക്കുവാനുള്ളത്, നമുക്കറിയാം മദ്യം, മയക്കുമരുന്ന് ഇതുപോലെയുള്ള വിഷയങ്ങളിലെല്ലാം അറിയാത്ത രൂപത്തിലേക്കുള്ള ഒരു വരവിലേക്ക് നമ്മുടെ എല്ലാ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പൊതുവായി മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമ്മളും ആ വിഷയം ഗൗരവത്തോടു കൂടി കാണണം. മഹല്ലുകൾ ആ വിഷയത്തിൽ അതിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. മുസ്ലിം സംയുക്ത വേദിയുടെ മൂന്നാമത്തെ ഒരു അത്തരത്തിലുള്ള ലഹരി ബോധവൽക്കരണ ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം 4:30 ഇർഷാദ് മഹലിൽ നടക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി ആളുകൾ പങ്കെടുക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കൾ ചില വിഷയത്തിലേക്കൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം സംരംഭങ്ങളുമായി സഹകരിക്കുക. മറ്റൊന്ന്, ഡിഗ്രി ബിരുദമെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ഒരുപാട് മക്കളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഔദ്യോഗിക മേഖലകളിൽ, ഉദ്യോഗസ്ഥ മേഖലകളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൂടി ഒന്ന് പരിശ്രമിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ PSCയുടെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, പോലീസ് കോൺസ്റ്റബിള്, നേഴ്സ്, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയ മേഖലകളിലേക്കുള്ള PSC ഒക്കെ വിളിച്ചിട്ടുണ്ട്. പലപ്പോഴും ചില ഇടങ്ങളിലൊക്കെ നമ്മുടേതായിട്ടുള്ളത് ശൂന്യമായി കിടക്കുന്നുണ്ട്. ആളുകൾ വേണ്ട രൂപത്തിൽ അതിനേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്നു. സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കുറച്ചൊക്കെ നിലനിൽക്കാനുള്ള ഒരു വലിയ പ്രധാനപ്പെട്ടൊരു മേഖല ഔദ്യോഗിക മേഖലയിലേക്ക് ഈ സമുദായത്തിൻ്റെ മക്കൾ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും എത്തേണ്ട ചിലയിടങ്ങളിൽ എത്തുക തന്നെ വേണം. അപ്പോൾ അതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് ജനുവരി 29 അപ്പോൾ കഴിവിൻ്റെ പരമാവധി ബിരുദം കഴിഞ്ഞ മക്കളുണ്ട് എങ്കിൽ ആ മക്കളോട് പറഞ്ഞ് അതിൻ്റെ സൈറ്റിൽ കയറി അപേക്ഷ കൊടുത്ത് ആ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക. അങ്ങനെ വിദ്യാസമ്പന്നരായ സമൂഹം കടന്നു വരുമ്പോൾ കുറേ പ്രശ്നങ്ങളിലൊക്കെ ഇടപഴകാനും അതുപോലെ തന്നെ ആ വിഷയത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അടയാളപ്പെടുത്തൽ നടത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വൈജ്ഞാനികമായ രൂപത്തിൽ നന്മയുടെ മേഖലയിൽ മുന്നോട്ട് ചലിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ എല്ലാവരും തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗം ബാധിച്ച് വീട്ടിലും ഹോസ്പിറ്റലിലും കഴിയുന്നവർ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി തിരിച്ചു വരാനും സൽക്കർമ്മങ്ങളുമായി മുന്നേറുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ ഇണകളിലൂടെ, മക്കളിലൂടെ കൺകുൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും ഉദ്യോഗങ്ങളിലും നിഅമത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പൂർണ്ണമായ രക്ഷയും സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിർഭയത്വവും സമാധാനവും നിറഞ്ഞ ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായി ഈമാനോടുകൂടി മുസ്ലിമായി ഷഹാദത്ത് ഉച്ചരിച്ച് വിട പറയാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു വഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا افرغ علينا